എത്തിയിരിക്കുന്നു. ശരണ്യ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ശബ്ദ സംരക്ഷണത്തിലേക്ക് ഒന്ന് പോകാം. ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാസ് ഇതിന്റെ ആരണ്യ സംതിങ് അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവും. മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി ഫോൺ ഓഫ്. യെസ്, കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിയ ശരണ്യ പുറത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു. ഫോൺ ഓഫ് ആയി പോയി. ക്ലെയിം കൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നു. ഫസ്റ്റ് മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കണ്ട വിചാരിച്ചു. ശരണ്യയുടെ പ്രതികരണമാണ് കേട്ടത്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ആരോഗ്യവതിയാണ് ശരണ്യ എന്നുള്ളത് തന്നെയാണ്. 4 ദിവസം കാടിനുള്ളിൽ അകപ്പെട്ടപ്പോഴും അവരുടെ ആ ഒരു വിൽ പവർ തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. ആ വിൽ പവറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആപത്തും കൂടാതെ ശരണ്യ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ലോകമെമ്പാടും ഉള്ള ആളുകൾ, വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഉയർത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ശരണ്യ ജീവിതത്തിലേക്ക് മടങ്ങി എത്തുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഏതായാലും ആശ്വാസകരമായ വാർത്ത. വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ശരണ്യയുടെ വീട്ടുകാരും ആ വാർത്തയോട് പ്രതികരിച്ചത്. മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും ശരണ്യയെ കണ്ടെത്തിയ ശേഷമാണ് ആ കുപ്പിവെള്ളവും ശരണ്യയുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് പാക്കറ്റും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഫോട്ടോയിൽ നിന്ന് വ്യക്തമാണ്. ആ രീതിയിൽ അത്രത്തോളം സുരക്ഷിതയായി ആരോഗ്യവതിയായി ഈസ്റ്റർ ദിവസം ശരണ്യ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ശരണ്യ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, താൻ ഒരുമിച്ച് ഒരു സംഘത്തോടൊപ്പം തന്നെയാണ് സംഘത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. അതേസമയം ഇടയ്ക്ക് ഒരു കുന്ന് കയറി വന്നപ്പോഴത്തേക്കും ആ സംഘത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ വിടുന്നു. താഴേക്ക് ഇറങ്ങുമ്പോൾ, കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ മുകളിലുണ്ടായിരുന്നവരെ കാണാനില്ല. തുടർന്ന് തൻ്റെ ഓഫീസിലൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൂടെ ഉണ്ടായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്യാൻ ഫോൺ വഴി ശ്രമിച്ചു. അതേസമയം തന്നെ ഫോണ് ഒഴിവായി. അങ്ങനെയാണ് വഴിതെറ്റി കൊടുങ്കാടിനുള്ളിലായതെന്നാണ് ശരണ്യ പറയുന്നത്. പിന്നെ താൻ സ്ഥിരമായി ട്രക്കിങ്ങിന് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൂടി പാലിച്ചു തന്നെയാണ്, ആവശ്യമായ തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അവർ പറയുന്നതനുസരിച്ചിട്ട് 500 ml വെള്ളം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നത് എന്നതാണ്. കാരണം ഒരുപക്ഷെ അന്ന് വ്യാഴാഴ്ച വൈകിട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു യാത്രയായിരിക്കണം, ഒരുപക്ഷെ ട്രക്കിംഗ് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ 500 ml വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 500 ml വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 3 ദിവസവും പകലും രാത്രിയും പൂർണ്ണമായി തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് മുമ്പ് വരെ അവർ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒന്ന് മാനസികമായ ധൈര്യം വേണം. ഇല്ലെങ്കിൽ ഇതിൽ വളരെയധികം ആശങ്കയോടുകൂടി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക നമുക്ക് അറിയാം. എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം ആ ഒരു വെള്ളം കുറച്ച് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇപ്പോഴും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി തന്നെ ഒന്ന് ട്രക്കിങ്ങിൻ്റെ ഇതായ അനുഭവം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു മാനസികമായ ഒരു നിലയിൽ ഒരു പക്ഷേ തന്നെ തിരച്ച്, കാരണം വനം വകുപ്പിൽ അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ട്രക്കിങ്ങിലേക്ക് വന്നതാണ്. തന്നെ കണ്ടില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ തെരച്ചിലേക്ക് പോകും. അത് ഈ കുറച്ചുപേർ അല്ലെങ്കിൽ തന്നെയും വനം ഉദ്യോഗസ്ഥരുടെ ഇതോടുകൂടി ആദിവാസികളുടെ കൂടി സഹായത്തോടെ തെരച്ചിൽ നടത്തിയാൽ എപ്പോഴെങ്കിലും ഇവർ വരുമെന്നുള്ള ഒരു മാനസികമായ ഒരു ധൈര്യം അവർക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പ്രത്യേക സ്ഥലത്ത് രക്ഷപ്പെട്ടുണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി വരുന്നത് അരുവിയും പാറയും ഉള്ള സ്ഥലത്താണ് അവർ. പിന്നെ പാറയും അരുവിയും ഉള്ള സ്ഥലത്താണ് വിശ്രമിച്ചത്. കാരണം വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഒഴുകും. അതായത് ഈ ഒരു ട്രക്കിങ്ങിന്റെ അനുഭവപാഠം കാട്ടിനകത്ത് കഴിച്ചു കൂട്ടിയതിന്റെ അവരുടെ അനുഭവപാഠം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അവർ പറയുന്ന പിന്നെ മഴയുണ്ടായിരുന്നു, കാടിനകത്ത് മഴയുണ്ടായിരുന്നു, വഴുക്കലുണ്ടായിരുന്നത് തന്നെ പാറയുള്ള സ്ഥലമായതിനാൽ ഒരുപാട് നടക്കാനൊന്നും പോയില്ല. ഒരു പ്രത്യേക സുരക്ഷിത സ്ഥലത്ത് പരമാവധി നിൽക്കാനാണ് അവർ ശ്രമിച്ചതെന്ന് പറയുന്നു. അതെ, ഒരുപാട് നടന്ന് പല വശത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും വഴി തെറ്റി വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകും. ഏതായാലും കാടിനുള്ളിൽ അകപ്പെട്ട 4 ദിവസം കാടിനുള്ളിൽ അകപ്പെട്ട കഴിഞ്ഞ ശരണ്യ സുരക്ഷിതയായി തിരിച്ചെത്തിയിരിക്കുന്ന ആശ്വാസകരമായ വാർത്തയാണ്. വനത്തിന് പുറത്തേക്ക് എത്തി ശരണ്യ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഏത് രീതിയിലായിരുന്നു കാടിനകത്തെ അനുഭവം എന്ന് വിശദീകരിക്കുകയായിരുന്നു.